സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ അകത്തിലെ 21ാമത്തെ എപ്പിസോഡും അവസാനത്തെ എപ്പിസോഡുമാണ്. സോ സീസൺ 2-ന്റെ അകത്തിലെ അവസാനത്തെ എപ്പിസോഡാണ്. അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 41 ആണ്. സോ ഈ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, അതൊക്കെ ചെയ്തേക്ക്. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. തുടക്കത്തിന് കാണിക്കുന്നത് ഒരുപാടധികം മുറിവുകൾ പറ്റി നമ്മുടെ ഇച്ചിഗോനെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവിടെ വെച്ച് തന്നെ ബോധം വരികയാണ്. ഇച്ചിഗോയ്ക്ക് ഇപ്പൊ എവിടെയാണോ എന്നോ ആരാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് ഒന്നും നമ്മുടെ ഇച്ചിഗോയ്ക്ക് അറിയത്തില്ല. അതേ സമയത്ത് തന്നെ സൈഡിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, നമ്മുടെ യോറിച്ചി പൂച്ചയായിരുന്നു. നിന്നെ ഇവിടെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ നിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തതും ഞാനാണെന്ന് നമ്മുടെ യോറിച്ചി പൂച്ച പറയുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് അപകടത്തിലാണെന്നും അതുപോലെ തന്നെ സാധുവിനെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഒരുപാടധികം വലിയ മുറിവുകളായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. യോറിച്ചി പൂച്ച പറയുകയാണ്, കൂട്ടുകാരനായിട്ടുള്ള സാധോയും അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാരും ഇപ്പോൾ സേഫാണ്. നീ ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. നിന്റെ മുറിവുകളൊക്കെ ഒരുപാട് ഡീപ്പാണ്. തന്നെ നമ്മുടെ യോറിച്ചി പൂച്ച ഒരു ഹോളോ മാസ്ക് എടുത്ത് കാണിച്ചിട്ട് ഇതെന്താണെന്ന് നമ്മുടെ ഇച്ചിഗോനോട് ചോദിക്കുന്നു. സെറാക്കിയുമായിട്ട് ഫൈറ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് എനിക്ക് കിട്ടിയ ഒരു മാസ്ക് ആണ്. നിന്റെ ദേഹത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈ മാസ്ക് എങ്ങനെയാണ് നിന്റെ അടുത്ത് വന്നതെന്ന് നമ്മുടെ യോറിച്ചി പൂച്ച വളരെയധികം സീരിയസ് ആയിട്ട് നമ്മുടെ ഇച്ചിഗോനോട് ചോദിക്കുകയാണ്. ഈ മാസ്ക് എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. അതുമാത്രമല്ല ഇതൊരു പ്യുവർ എവിളാണെന്ന് നമ്മുടെ യോറിച്ചി ഇച്ചിഗോനോട് പറയുന്നുണ്ട്. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഞാൻ രഞ്ജുവായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹനാത്രോ എന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാസ്ക് എൻ്റെ ബോഡിയിൽ നിന്ന് ഹനാത്രോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹനാത്രോ ആണെങ്കിൽ അന്നേരം തന്നെ എടുത്തിട്ട് അവിടുത്തെ വെന്റിലോട്ട് ഒറ്റ എറിഞ്ഞായിരുന്നു. അതിനുശേഷം ഇതെങ്ങനെയാണ് എൻ്റെ ബോഡിയിൽ വന്നത് തന്നെ നമ്മുടെ യോറിച്ചി പൂച്ചയ്ക്ക് മനസ്സിലാകുകയാണ്. ഈ മാസ്ക് ഇച്ചിഗോന്റെ ദേഹത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഒരു തരത്തിലുള്ള ഒരു എൻറ്റിറ്റി ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് നല്ലതാണോ പന്നലാണോ എന്ന് അറിയത്തില്ല. തന്നെ ആ മാസ്ക് ആണെങ്കിൽ നമ്മുടെ യോറിച്ചി പൂച്ച ഇച്ചിഗോനോട് ചോദിക്കുന്നു. ഇച്ചിഗോയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെയല്ല അത് നമ്മുടെ യോറിച്ചി പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് ആ മാസ്ക്. സമയത്താണ് നമ്മുടെ ഇച്ചിഗോ ഒരു കാര്യം ആലോചിക്കുന്നത്. യോറിച്ചി പൂച്ചെ, നീ വളരെയധികം ചെറുതല്ലേ, പിന്നെ നീ എങ്ങനെയാണ് എന്നെ ഇവിടെ പൊക്കി ഇവിടെ കൊണ്ടുവന്നത്? മാത്രമല്ല നീ എങ്ങനെ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത്? സോ ഇത് കേട്ടാ നമ്മുടെ യോറിച്ചി പൂച്ച പറയുകയാണ്, ഞാൻ എന്നെ ശരിക്കുള്ള ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയി. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ, ശരിക്കുള്ള ഫോമോ, അതെന്തോ ഫോമാ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യോറിച്ചി പൂച്ചയാണെങ്കിൽ അവന്റെ ശരിക്കുള്ള ഫോം എടുക്കുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ യോറിച്ചി പൂച്ച ഒരു പെൺകുട്ടിയായിരുന്നു. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിഗോയും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ കാര്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ ഒരു പെണ്ണായിരുന്നോ എന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ അവൾ തുടിയൊന്നും ഇടാതെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോന്റെ അലർച്ചയൊക്കെ കേട്ടിട്ട് അവൾ തുണി മാറിയിട്ട് വരികയാണ്. നമ്മുടെ യോറിച്ചി ആണെങ്കിൽ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്കും അതുപോലെ തന്നെ യോറിച്ചിക്കും ആണെങ്കിൽ സ്പിരിച്വൽ പ്രഷർ യൂസ് ചെയ്തിട്ട് ബാക്കിയോ കുച്ചിക്ക് ആണെങ്കിൽ റൂക്കിയുടെ പ്രസന്റ് എവിടെ വന്നെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. നേരം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ ബെഡിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മുടെ യോറിച്ചി പോകരുതില്ലെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ നിന്ന് എന്തൊരു തരത്തിലുള്ള ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ചിറക് പോലത്തെ സാധനം ഉണ്ടാക്കി അവിടെ നിന്ന് പറന്ന് ബാക്കിയോ കുച്ചിക്ക് ഉള്ള സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. കുച്ചിക്കാണെങ്കിൽ നമ്മുടെ ഗാച്ചുവിന്റെ കയ്യിലാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഒരു മുറിവ് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാക്കിയോ കുച്ചിക്ക് ഗാച്ചുവിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ സമ്പത്ത് പുറത്ത് എടുത്തിട്ട് പെറ്റിൽസ് എന്ന് പറഞ്ഞ് എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ എന്തോ ഒരു ഫ്ലവർ പെറ്റിൽസ് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഗാച്ചുവിനോട് അവിടെ നിന്ന് മാറിയിരിക്കാൻ വേണ്ടി അലച്ച് പറയുന്നു. അതെല്ലാം കേട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത നമ്മുടെ ഗാച്ചുവിന്റെ ദേഹത്തേക്ക് ഒരുപാടധികം വെട്ടുകൾ ഒന്നിച്ചു വരുന്നു. ഒരുപാടധികം ചോരയിൽ കുളിച്ച് നമ്മുടെ ഗാച്ചു ആണെങ്കിൽ അവിടെ താഴെ വീഴുന്നു. സോ അത് ബാക്കിയോ കുച്ചിക്കിന്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. അവന്റെ സോഡാണെങ്കിൽ ഫ്ലവർ പെറ്റൽസ് വഴി ചെറിയ ബ്ലേഡ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് അത് പെട്ടെന്ന് തന്നെ തടയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതാണ് ടെക്നിക്ക്. നമ്മുടെ റൂക്കിയെ ഹനാത്രോനെ ഇപ്പൊ വെട്ടുവിടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ ഉട്ടക്കാട്ട വന്നിട്ട് ബാക്കിയോ കുച്ചിക്കിനെ തടയുന്നത്. സോ നിനക്ക് എന്താണ് നീ ഇപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഉട്ടക്കാട്ട ചോദിക്കുന്നു. ഇതേ സമയത്തായിരുന്നു അവിടെ ഒരു വലിയൊരു സ്പിരിച്വൽ എനർജി വരുന്നത്, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള. സോ അത് ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ ഇച്ചിഗോ കുറോസാക്കി ആയിരുന്നു. ഒരു ക്യാപ്റ്റനെക്കാട്ടിൽ അധികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എനർജിയാണ് അവന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. ഇവൻ
ശരിക്കും ആരാ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും നമ്മുടെ ഇച്ചിഗോനെ നോക്കുകയാണ്. ഇച്ചിഗോ വന്നോടനെ തന്നെ നമ്മുടെ റൂക്കിയുടെ അടുത്തേക്ക് പോവുകയാണ്. വന്നോടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഞാനിപ്പം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണം. സോ ഇത് കേട്ട് നമ്മുടെ റൂക്കിയെ ചോദിക്കുകയാണ്, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് എന്നെ രക്ഷിക്കാൻ. അങ്ങനെ രണ്ടും മൂന്നും ഒക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ ബാക്കോയെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അത് വളരെയധികം ഈസി ആയിട്ട് തന്നെ തടയുകയാണ്. ബാക്കിയോന്റെ അറ്റാക്സ് ഒക്കെ വളരെയധികം സ്പീഡാണ്, അത് തടയത്തില്ലെന്നാണ് ബാക്കിയോ വിചാരിച്ചത്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം വേഗത്തിൽ തന്നെ അത് തടയുന്നുണ്ട്. സോ ഇത് കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ റൂക്കിക്ക് അത് കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇച്ചിഗോ ഇപ്പോൾ വളരെയധികം പവർഫുൾ ആണെന്ന് നമ്മുടെ റൂക്കിക്ക് മനസ്സിലാകും. നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ ബാക്കിയും കൂടെ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാക്കിയോ അനങ്ങാതെ നിൽക്കുന്നു. നമ്മുടെ റൂക്കിക്ക് ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ പെറ്റൽസ് എന്ന് പറഞ്ഞ ആ സ്പെഷ്യൽ ടെക്നിക്ക് ആണെങ്കിൽ നമ്മുടെ ബാക്കിയെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് വന്നാൽ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവനെ അതിൽ നിന്ന് തടയുന്നു. ഹേയ് ബാക്കിയ ബോയ്, എന്നെ ഓർമ്മയുണ്ടോ? നീ എന്തിനു വേണ്ടിയാണ് ഫോർബിഡൻ ടെക്നിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ യൊറീച്ചി ചോദിക്കുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 21ാമത്തെയും അവസാനത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 41. സോ നിങ്ങൾക്ക് ഈ സീസൺ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് സീസൺ 3 ചെയ്യാൻ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഈ സീരീസ് ഫുള്ള് ചെയ്യണമെന്ന്. സോ സീസൺ 3ക്ക് അത് വെറും 13 എപ്പിസോഡ്സേ ഉള്ളൂ. സോ ഞാനത് എന്തുവാണേലും ഉറപ്പായിട്ടും ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഇത്രയും നാൾ വീഡിയോസൊന്നും റെഗുലറായിട്ട് വരാഞ്ഞത്. സോ ഇപ്പോൾ എൻ്റെ പനിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉണ്ട്, എൻ്റെ സൗണ്ടൊന്നും അത്രയ്ക്ക് ശരിയായിട്ടൊന്നുമില്ല. എന്നാലും നമ്മുടെ ചാനലിൽ ഇനി എനിക്ക് വേറെ പനി വരുന്നതിന് വരെ റെഗുലറായിട്ട് തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ വരും. അപ്പോൾ ടാറ്റാ ബൈ.